ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബർഗറാണ് കേട്ടോ. അപ്പം അതിനായിട്ടുള്ള വെജീസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബർഗറിൽ വെക്കുന്ന ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചു, യെല്ലോ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി റൗണ്ടായി കട്ട് ചെയ്തു, കക്കിരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ടുള്ള സോസ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്, വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ അതിലോട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം സോസും മയോണൈസൊക്കെ നമ്മൾ എത്ര ബണ്ണ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാം. എൻ്റെ കൂടെ മോളും കൂടിയിട്ടുണ്ട്. അപ്പോൾ മോളും പിടിച്ച് വലിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഞാനിതാ ബണ്ണെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ബണ്ണ് കട്ട് ചെയ്തു, 2 കഷ്ണമാക്കി കട്ട് ചെയ്തു. അതിൻ്റെ അടിഭാഗത്ത് ആദ്യം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് തേച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ആദ്യം തന്നെ ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ റൗണ്ടായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി വെച്ച് കൊടുത്തു. പിന്നെ ഒരു റൗണ്ട് സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബർഗർ പാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പം അത് ചൂടോടെ തന്നെ പാനിൽ നിന്ന് എടുക്കുമ്പം തന്നെ അതിൻ്റെ മുകളിൽ സ്ലൈസ്ഡ് ചീസും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ചീസ് ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരും. അങ്ങനെ ആ ചൂടോടുകൂടി തന്നെ ആ പാറ്റിയുടെ മുകളിൽ സ്ലൈസ്ഡ് ചീസും വെച്ച് കൊടുക്കുക. അത് നമ്മൾ അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ യെല്ലോ ക്യാപ്സിക്കം വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കക്കിരിയും കൂടി വെച്ച് കൊടുത്തു. ഇനിയും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നു അതിന് മുകൾഭാഗത്ത് വരുന്ന ബണ്ണിൻ്റെ പീസിൽ ആ മിക്സ് തേച്ച് കൊടുക്കുക. മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് തേച്ച് കൊടുക്കുകയാണ്. ഇത് എനിക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബർഗർ ഇവിടെ മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതിന് മുകളിലൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ബർഗർ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബർഗറാണ്. ഇനി ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് വീഡിയോയിൽ കുറച്ച് വെളിച്ചം കുറവായി തോന്നിയത്.